ഇന്ന് നമ്മൾ എവിടെയാണ് തെയ്യം കാണാൻ പോകുന്നത്? നമ്മളിന്ന് കണ്ണൂർ തലവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ തെയ്യമുണ്ട്, തീക്കുട്ടിച്ചാത്തൻ, അതുപോലെ തന്നെ പറക്കുട്ടിച്ചാത്തൻ. ഈ തെയ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെയ്യം കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ കെട്ടിയാടുന്നത്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് പിന്നെ ആഞ്ജനേയ മഠം തലവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ തെയ്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. നല്ല തിരക്കായിരിക്കും, ഒരു രക്ഷയും ഉണ്ടാവില്ല. കാരണം കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിലൊന്നും ഈ തെയ്യം ഇല്ല. അപ്പോൾ ഇത്ര അടുത്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കോലത്തുനാട്ടിൽ പിന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ തെയ്യം കാണാൻ വേണ്ടി പോകുന്ന വീഡിയോ നമ്മൾ അധികം ഇടാറില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് തെയ്യം കാണാൻ വേണ്ടി പോകാറുണ്ട്. പിന്നെ രാത്രി ഒറ്റപ്പെട്ട പ്രദേശം, പിന്നിപ്പോൾ വരുന്ന ഈ തലവിലേക്ക് വരുന്ന ഭാഗത്ത് അധികം വീടുകളൊന്നുമില്ല. ഈ റോഡിലൂടെ നമ്മൾ തെയ്യം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, പെരിഞ്ചാവണ്ടി പരവൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട റോഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ പിന്നെ ഹെൽപ്പോട് കൂടിയിട്ടാണ് തെയ്യം കാണാൻ വേണ്ടി പോകാറുള്ളത്. ഇത്തരം യാത്രകൾ നല്ലൊരു രസമാണ്, നല്ല രാത്രിയിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ തെയ്യം ശരിക്ക് കോഴിക്കോട്, ബാലുശ്ശേരി, പിന്നെ തച്ചങ്കണ്ടി അങ്ങനെയുള്ള കുറേ സ്ഥലത്ത് ഉണ്ട് ഈ തെയ്യം. പക്ഷെ അവിടെ കിട്ടുന്നത് കോഴിക്കോട് ഭാഗത്തിലെ കലാകാരന്മാർ തന്നെയാണ്, തെയ്യം കലാകാരന്മാർ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ആദ്യമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രാദേശികമായിട്ടുള്ള പിന്നെ തെയ്യം കലാകാരന്മാരാണ് ഇത് നടത്തുന്നതെന്ന് അറിഞ്ഞത്. അപ്പോൾ അത് നമുക്കിപ്പോൾ രണ്ടും കമ്പയർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് കോഴിക്കോടിലെ തെയ്യത്തിനെയും കണ്ണൂരിലെ തെയ്യത്തിനെയും കമ്പയർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം തെയ്യം എങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. ഒരുപാട് പേര് പിന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഈ തെയ്യം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, കോഴിക്കോട് കാണുന്ന ആ രീതിയിൽ നമുക്ക് കണ്ണൂർ അത്ര ഒരു എഫക്റ്റ് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ തെയ്യം ആസ്വദിക്കാനാണ് പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം അവിടെ പോയിട്ട്. അങ്ങനെ നമ്മൾ ആഞ്ജനേയ മഠം വിഷ്ണുമായ ദേവസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. തലവിൽ ചപ്പാരപ്പടമാണ് ഈ സ്ഥലം. അപ്പോൾ കാവിലേക്കുള്ള വഴി ഒരു താറിടാതെ റോഡായിരുന്നു. അപ്പോൾ വഴിയരികിലൊക്കെ ബൈക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. വരുന്ന വഴിയിലൊക്കെ ഒട്ടേറെ വാഹനങ്ങൾ സൈഡിലൊക്കെ നിർത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ തെയ്യം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും കുറേ ആൾക്കാർ വരുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തെയ്യത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പുതുതായിട്ട് എടുത്തിട്ടുള്ള കാവാണ്. ആദ്യമായിട്ടാണ് ഇവിടെ തെയ്യം കഴിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഇപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്. നേരത്തെ തന്നെ എത്തി കസേരയൊക്കെ ഇട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു. നാട്ടുകാരും പുറത്തു നിന്നുള്ള കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ ശാസ്ത്രപ്പൻ്റെ തോറ്റം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ തോറ്റം കാണാൻ വേണ്ടി അവിടെ നിന്നു. കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ കഥ നമ്മുടെ നാട്ടിൽ കാളകാട്ടിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പോൾ കാളകാട്ടിലത്തെ നമ്പൂതിരിക്ക് ശിവപാർവതിമാരിൽ നിന്ന് ലഭിച്ച ഒരു പുത്രനായിട്ടാണ് കുട്ടിച്ചാത്ത സങ്കല്പത്തെ പറയാറുള്ളത്. പിന്നീട് കുസൃതി കാട്ടിയ കുട്ടിച്ചാത്തനെ പിന്നെ കാളകാട് നമ്പൂതിരി ശിക്ഷിക്കുകയും പിന്നെ ശിക്ഷിച്ചിട്ട് പിന്നെ കുട്ടിച്ചാത്തൻ വീണ്ടും വികൃതികൾ കാണിച്ച് പിന്നെ അവർക്ക് ഉപദ്രവമായി മാറിയപ്പോൾ കുട്ടിച്ചാത്തനെ വധിക്കുകയും ചെയ്തെന്നാണ് കഥ. അപ്പോൾ കുട്ടിച്ചാത്തനെ 400 കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ 390 കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഓരോ കഷ്ണത്തിൽ നിന്നും പിന്നീട് ഓരോ കുട്ടിച്ചാത്തന്മാർ പിറവി കൊണ്ടിട്ട് കാളകാട്ടില്ലവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മാന്ത്രിക ഇല്ലങ്ങളും ചുട്ടു നശിപ്പിച്ചു എന്നുള്ളതാണ് കഥ. അപ്പം അങ്ങനെ കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചപ്പോൾ തീയിൽ വീണ പിന്നെ അവയവം തീക്കുട്ടിച്ചാത്തനായിട്ടും പറന്നുപോയത് പറക്കുട്ടിച്ചാത്തനായിട്ടും കരിയിൽ വീണത് കരിക്കുട്ടിച്ചാത്തനുമായിട്ടും മാറി എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കുട്ടിച്ചാത്തന്മാരുണ്ട്. പൂവിൽ വീണ പൂക്കുട്ടിച്ചാത്തനുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടിച്ചാത്തന്മാരുണ്ട്.